ഇന്നത്തെ ഈ പോക്ക് തീറ്റയ്ക്ക് വേണ്ടി മാത്രമാണ്. സ്ഥലം വേറൊന്നുമല്ല, നമുക്കൊക്കെ ഇവിടെ നല്ലതായിട്ട് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നൊരു സ്ഥലമുണ്ട്, ഹാമിൽട്ടൺ. ആൻഡ് ഈ പോക്കിൻ്റെ സ്പോൺസർ പ്രീതയാണ്. പിന്നെ ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന എന്നോടൊക്കെ ഹാമിൽട്ടൺ പോകണമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വെറുതെ വേണ്ടാന്ന് പറയുമോ. അങ്ങനെ ചാടി കയറി ഞങ്ങളെല്ലാം നേരെ ഹാമിൽട്ടണിലുള്ളൊരു മോളിലെത്തി. അവിടെയൊക്കെ ചുമ്മാ കയറി ഇറങ്ങി നടന്നു. ഈ ഹാമിൽട്ടൺ മോളൊക്കെ എങ്ങനെയുണ്ടെന്ന് കാണണമല്ലോ. പിന്നെ പിള്ളേർക്ക് കോട്ടൺ ക്യാൻഡി വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടപ്പം നമുക്ക് ഈ സാധനം കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. പണ്ട് ഈ പള്ളിപ്പെരുന്നാളിനും ഒക്കെ പോകുമ്പോഴാണ് ഈ സാധനം മേടിച്ച് നമ്മൾ കഴിക്കാറ്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉണ്ടായി വരുന്നത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നതുകൊണ്ട് അത് നോക്കി കുറച്ച് നേരം നിന്നു. ഈ പിള്ളേരിതിങ്ങനെ ഓട്ടോമാറ്റിക് മെഷീനിൽ കഴിക്കുമ്പോൾ നമ്മൾ പണ്ട് പക്ഷെ കരഞ്ഞ് കൂയി ബഹളം ഉണ്ടാക്കി മേടിപ്പിച്ച് കഴിച്ചിരുന്ന സുഖമൊന്നുമില്ല. എന്നാലും അതൊക്കെ ഒന്ന് ഓർത്തു. പണ്ടത്തെ പഞ്ഞിമിഠായി, അതിങ്ങനെ ഒരാൾ നിന്ന് ഒരു വടി കൊണ്ട് ഇങ്ങനെ കറക്കി എടുത്ത് തന്നിരുന്നത് അതൊരു വേറെ ലെവൽ. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാണുമ്പോൾ പിള്ളേർക്കത് വേറൊരു രസം. ആ മാളിൽ ഞങ്ങൾ കയറി 2-3 കടകളൊക്കെ കണ്ടു. യുഎയിലുള്ള മാളുകളായിട്ടൊന്നും കമ്പയറബിളേ അല്ല, ബട്ട് സ്റ്റിൽ കൊള്ളാം. പിന്നെ സമയം കളയണ്ട, നേരെ സോൾട്ട് മാംഗോ ട്രീയിലേക്ക് വിടാമെന്ന് വിചാരിച്ച് വണ്ടി തിരിച്ച് നേരെ സോൾട്ട് മാംഗോ ട്രീയുടെ മുന്നിൽ ചെന്നിറങ്ങി. അവിടെ ബുഫയുടെ സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്ക് ബുഫെ കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ പൊറോട്ടയും ചിക്കനും കഴിക്കണം എന്ന് തോന്നി. കാരണം ന്യൂസിലൻഡ് വന്നിട്ട് പിന്നെ പൊറോട്ട കഴിച്ചിട്ടില്ല. അപ്പം ഇതിന്ന് അതിനൊരു ചാൻസ് ആയല്ലോ എന്ന് വിചാരിച്ച് പൊറോട്ട തന്നെ ഓർഡർ ചെയ്തു. പൊറോട്ടയും ചിക്കനും ബീഫും എല്ലാം കഴിച്ച് വയറും മനസ്സും നിറഞ്ഞു. ഫുഡിൻ്റെ അധികം ഫോട്ടോയൊന്നും ഇല്ല, കാരണം കോൺസെൻട്രേഷൻ മുഴുവൻ കഴിപ്പിലായിരുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പരിചയമുള്ള 2 മുഖങ്ങൾ അവിടെ കണ്ടു. എൻ്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന അഞ്ജുവും പിന്നെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന സജിയും. അതും യാദൃശ്ചികമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നിട്ട് ഹാമിൽട്ടണിൽ വന്ന് ഫുഡ് കഴിക്കാൻ തന്നപ്പം ഓരോ സ്മോൾ വേൾഡ് അല്ലേ. അങ്ങനെ രാത്രിയായി, നേരെ തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പോയി. ഇനി ചെന്നിട്ട് കിടന്നുറങ്ങണം. ആൻഡ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.